ഹബക്കൂക്ക് 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ ഗാനം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവേ, ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിൽ കരുണ ഓർക്കണമേ എന്ന് പ്രവാചകൻ്റെ ഒരു പാട്ട് നാം അവിടെ കാണുന്നു. പ്രിയ ദൈവമക്കളെ, വർഷ ആരംഭത്തിൽ നാം ദൈവസന്നിധിയിൽ പോയിരുന്നു കൊണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥന ഗാനങ്ങൾ നാം മുമ്പ് വെച്ചു. ഈ ആണ്ടിൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു. നാം കാത്തിരുന്ന് വർഷത്തിൻ്റെ പകുതിയോളം നാം എത്തി. അപ്പോൾ ഈ പകുതിയിൽ വന്നിട്ടും പല പ്രാർത്ഥനകൾക്കും യാചനകൾക്കും നമുക്ക് മറുപടി കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വേദനയിലും നാം കർത്താവെ, ഇത്രയും മാസമായിട്ടും എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്ന വേദനയിലിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രവാചകനൊപ്പം നമുക്ക് പാടാം, ആണ്ടുകൾ കഴിയും മുമ്പേ കർത്താവെ നിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന്. കർത്താവ് ആ പ്രാർത്ഥന നിർബന്ധമായും കേൾക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ യാചനകളും പ്രാർത്ഥനകളും വെച്ചിട്ട് 6 മാസം ആയിരിക്കുന്നു. കർത്താവ്, ഈ വർഷം കഴിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കാനും ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നിൽക്കാനും ഒരു സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ എന്ത് അഭയാചനയാണ് നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, കർത്താവെ, ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് അതിലൊരു ദൈവപ്രവൃത്തി കണ്ട് നിന്നെ സ്തുതിക്കുവാൻ, വർഷാരംഭത്തിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഈ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.